ഹലോ, ഇന്ന് സൺഡേ അല്ലേ? അപ്പോൾ ഞാനും നീതുവും കൂടെ തലേ ദിവസമേ പ്ലാൻ ചെയ്തു. ഇന്ന് രാവിലെ 7 മണിക്ക് മ്യൂസിയത്തിൽ നടക്കാൻ പോകാമെന്ന്. രാവിലെ എഴുന്നേൽക്കുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ദാ വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ടേക്ക്. കാർമേഘത്തിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സൂര്യൻ ചേട്ടൻ ദാ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുവാണ് അവിടെ. അങ്ങനെ ഞങ്ങളിവിടെ 7 മണിയായപ്പോൾ തന്നെ അവിടെ എത്തി. ഈ ക്ലൈമറ്റ് കണ്ടല്ലോ, തലേ ദിവസം മഴയൊക്കെ പെയ്ത് രാവിലെയും മഴയൊക്കെ പെയ്യാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് ചുറ്റും ഒരു 3 തവണ അങ്ങ് നടന്നായിരുന്നു. സാധാരണ ഇവിടെ നടക്കാൻ നല്ല തിരക്കാണ്, പക്ഷേ ഇന്ന് തിരക്ക് കുറവുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ മടി പിടിച്ചൊക്കെ അങ്ങ് ഇരിക്കും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ വരാനൊക്കെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും. പിന്നെ വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടക്കുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, മഴയാണെങ്കിൽ ഇപ്പോൾ പെയ്യട്ടോ, വേണ്ടേ, എന്നാൽ പിന്നെ ആവാം എന്നുള്ളൊരു നിപ്പായിരുന്നു. ഇവിടുത്തെ ഈ ഒരു കാഴ്ചയും കണ്ട് ഇങ്ങനെ അങ്ങ് നടക്കാൻ തോന്നും. നല്ല രസമായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കവിത എഴുതാൻ അറിയുന്നവർക്കാണെങ്കിൽ പറ്റിയ ക്ലൈമറ്റായിരുന്നു ഇന്നത്തേത്. അത്രയ്ക്കും മനോഹരമായൊരു ക്ലൈമറ്റായിരുന്നു. ഇത്രയും നടന്നതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കാനുള്ള സ്ഥലവും തപ്പിയാണ് ഞാനീ നടക്കുന്നത്. നീതു വീഡിയോ എടുത്ത് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ രണ്ടും കൂടെ കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു അരമണിക്കൂർ കൂടുതലോളം ഞങ്ങളിവിടെ ഇരുന്നു എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വീഡിയോ ഫുൾ എടുത്തത് നീതുവാണ്. താങ്ക്സ് നീതു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.